ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു റിട്ടയർഡ് SP അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോണിലാണ് ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇന്നത്തെ ദിവസം പുലർന്നത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ്. ഏറ്റവും സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പുറത്തു പോയി കഴിഞ്ഞാലും പിടിക്കപ്പെടാം. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായി ഉണ്ടാവണം. അദ്ദേഹം വളരെ സൗമ്യമായ സ്വഭാവത്തോടുകൂടി വളരെ അവരുമായിട്ടൊക്കെ വളരെ ഇടപഴകി ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല പിള്ളയായിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹകരിക്കുകയും ഒരു രീതിയിലും അദ്ദേഹം രക്ഷപ്പെടുകയോ മറ്റു രീതിയിൽ അക്രമങ്ങളൊന്നും ചെയ്യാത്ത സൗമ്യ സ്വഭാവക്കാരനായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അദ്ദേഹം പശ്ചാത്താപം അവരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, എന്നാലും ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായാൽ പോലും അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കർമ്മം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ കുറച്ചുകൂടെ അതീവ സുരക്ഷ കണ്ണൂർ ജയിലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതത്വത്തിന് കുറവൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ പല രീതിയിലും സഹായികൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടുത്തെ പല ഉദ്യോഗസ്ഥരും നമുക്കറിയാം. താങ്കൾ സംശയിക്കുന്നത് ആ സഹായം എന്ന് പറയുന്നത് ജയിലിനുള്ളിൽ നിന്ന് തന്നെയാണോ അതോ പുറത്തു നിന്നാണോ? എങ്ങനെയാണ് താങ്കളുടെ സംശയം അതിലുള്ളത്? ഉള്ളിൽ നിന്ന് സഹായം കിട്ടാതെ അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തു പോകാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുകയും അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം സാധാരണഗതി ജയിലിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് രാത്രിയിൽ അതിരാവിലെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. എന്തായാലും അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെടണ്ടേ? അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പുറത്തെന്തായാലും സഹായികളുണ്ട്. ഉള്ളിലത്തെ സഹായത്തിന് തുല്യമായിട്ട് അതിനേക്കാൾ ഉപരി പുറത്ത് അതീവ സുരക്ഷയോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമല്ലോ. അദ്ദേഹത്തിന്റെ മുഖം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിത്രമായതുകൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കേരളത്തിൽ സാധിക്കും. മറ്റു സംസ്ഥാനത്തെ കടന്നു കഴിഞ്ഞാൽ സാധിച്ചില്ലെങ്കിൽ പോലും കേരളത്തില് പ്രത്യേകിച്ച് മലയാളികളുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിയും. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അധികം ദൂരം പോകാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ പറ്റുക? പറ്റില്ല. കാരണം കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം പൊതുവെ ജനവാസം കൂടിയ മേഖലയാണല്ലോ ജയിലുള്ള ഏരിയ. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ് എന്തായാലും കിലോമീറ്ററുകൾ പോയതിനു ശേഷമേ അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ സാധാരണഗതി സാധ്യമുള്ളൂ. കാരണം ഈ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ട്രെയിനിലോ ബസ്സിലോ മറ്റേതെങ്കിലും രീതിയിലോ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം പിടിക്കപ്പെടാൻ ഏറ്റവും വേഗം സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തായാലും ശരി, ഇവിടെ സഹായവും അനാസ്ഥയും ഉണ്ട്. ജയിലിലെ അനാസ്ഥയും പുറത്തെ സഹായവും ഉണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. എന്തായാലും വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലൂടെ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്താ പറയുക, അദ്ദേഹത്തിന് അവിടെ നിന്ന് അദ്ദേഹം വിളിക്കുന്നതും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന മാതിരി ഫോൺ കോളുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ പല മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സൈബർ സെല്ല് ഈ ജയിലിന്റെ ടവറിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഫോൺ കോളുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതിൽ ഒരു ക്ലൂ കിട്ടും എന്നൊരു പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ സഹതടവുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ ചെറിയ സൂചനയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ജയിൽ കേസ് നടത്തുന്നതിന് വേണ്ടി ഒരുപാട് സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്നുള്ള എന്തായാലും അദ്ദേഹം പല ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് സഹായികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ആ സഹായികളെ ലക്ഷ്യമിട്ട് പോലീസ് അന്വേഷണം പോകുമ്പോൾ അതുപോലെ തന്നെ ഈ ടവർ ലൊക്കേഷനിലെ ഫോണിന്റെ സംസാരമൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെടും. അദ്ദേഹം പുറത്തോട്ട് ഫോൺ വിളിക്കാണ്ടോ അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് കിട്ടും എന്ന പ്രതീക്ഷ തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എന്തായാലും അനാസ്ഥയുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. തീർച്ചയായും ഒരു സംശയവുമില്ല. കാരണം അവിടെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ സഹായം കിട്ടിയിരിക്കുന്നത് ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ? ഉള്ളിൽ നിന്നാണെങ്കിൽ അത് ആരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി, ശ്രീ സുഭാഷ് ബാബു ഒന്ന് നോക്കൂ, ഇവന്റെ ഈ ക്രൂരമായ മനസ്സിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ക്രിമിനൽ മെന്റാലിറ്റിക്ക് തെല്ലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നല്ല ഈ സംഭവം നമ്മളോട് പറയുന്നത്. അതില് അദ്ദേഹം വലിയൊരു ഗ്യാങ്ങിന്റെ ഭാഗമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അതിനൊന്നും കാര്യമായ അന്വേഷണം നടന്നില്ല. ആ ഗ്യാങ്ങിന്റെ ഭാഗമാണ് എന്നുള്ളതിന് തെളിവാണല്ലോ അദ്ദേഹത്തിന് ഇത്ര കൂടുതൽ സാമ്പത്തിക സഹായവും അദ്ദേഹത്തിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ജയിലിനുള്ളിൽ നിന്നും അദ്ദേഹത്തിനെ സഹായിക്കാൻ ഉതകുന്ന ഒരു സ്വാധീന വലയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടുന്ന് അത്ര പെട്ടെന്നൊന്നും ചാടി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ അതിനുള്ളിൽ പോയി ഉള്ള സാഹചര്യങ്ങൾ കണ്ടപ്പോൾ എന്താന്നല്ലേ എല്ലാ
CCTV കവറേജും ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാനോ ആ സമയം ഈ കൃത്യമായിട്ടൊക്കെ അവർക്ക് CCTV കണ്ടുപിടിച്ച് ഫുട്ടേജുകൾ ഒരു നിർണായക ഘടകമാവില്ലേ? തീർച്ചയായിട്ടും. കാരണം അത് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ പുറത്ത് നമുക്കറിയാൻ പറ്റിയില്ലെങ്കിലും അതിലൂടെ വ്യാപകമായ അന്വേഷണം നടക്കും. പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുറമെ ഏരിയയിൽ പല സ്ഥലങ്ങളിലും CCTV ഫുട്ടേജുകളുള്ളതാണ്. മുമ്പ് അവിടുന്ന് രക്ഷപ്പെട്ട ആളുകളെയൊക്കെ ചുറ്റുപാടുമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ഫുട്ടേജുകളിൽ നിന്നാണ് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വഴി പല ആരും രക്ഷപ്പെട്ടത് പിടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം അതനുസരിച്ചിട്ടല്ലേ എസ്കേപ്പ് റൂട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി അയാളെ തിരിച്ചു പിടിക്കേണ്ടതാണല്ലോ ആവശ്യം. അതെന്തായാലും നടക്കുമെന്ന് നമ്മൾ തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് സുഭാഷ് ബാബു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ട്രെയിനുകളായിരുന്നല്ലോ. ഇപ്പോൾ സൗമ്യയെ കൊലപ്പെടുത്തി തന്നെ ട്രെയിനുമായി ബന്ധപ്പെട്ടാണല്ലോ, നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പോയ ട്രെയിനുകളടക്കം വിശദമായ പരിശോധനകളിലേക്ക് പോകേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. കാരണം അതിപ്പോ അവരെ അൾട്രാസ് കൊടുത്തു കഴിഞ്ഞാല് മിക്കവാറും ട്രെയിനുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അന്തർ സംസ്ഥാനത്തിലായാലും ശരി, ഈ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തുന്ന അവസരത്തിൽ അതിൽ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രെയിനിൽ കൂടെ ഒന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ ഈ അലർട്ട്നെസ് എല്ലാ സ്ഥലത്തും അറിയിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഉണർന്നുയർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഇവിടെ നമ്മുടെ സംസ്ഥാനം വിട്ടുപോയാലും പിടിക്കാൻ വളരെ അവിടുന്ന് പോകാൻ പറ്റും. ഇവിടെ കണ്ണൂരിൽ നിന്ന് ഇപ്പം മംഗലാപുരത്ത് എത്തുന്നതിന് അധികം സമയമൊന്നും വേണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ഒക്കെ എത്ര സ്പീഡിൽ കയറാനും ഇറങ്ങാനും ഒക്കെ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും അനാസ്ഥ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് തന്നെ അദ്ദേഹത്തിനെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. അതിന് വേണ്ട നടപടികളായിരിക്കും തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിൽ എല്ലാവർക്കും സാധിക്കുന്ന മാതിരി ചെയ്യാൻ നമ്മളും കൂടെ പൊതുജനം കൂടെ സഹകരിക്കണമെന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ.